ഹായ് ഡിയേഴ്സ്, കുറച്ച് കർക്കിടകത്താള് വയ്ക്കാം. അതിൽ കുറച്ച് വാഴപ്പിണ്ടിയും ചേർക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: താള് നന്നായി കഴുകി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് പരിപ്പ്, നമ്മുടെ കൊള്ളിക്കിഴങ്ങ് അരിഞ്ഞ്, പിന്നെ വാഴപ്പിണ്ടി ചെറുതായി നുറുക്കി വെച്ചത്, പിന്നെ ആവശ്യത്തിന് മുളക്, മഞ്ഞൾ ഇതെല്ലാം കൂടി ചേർത്ത് കുക്കറിൽ വേവിക്കാം. അരപ്പിന് വേണ്ട സാധനങ്ങളാണ്, ഇതെല്ലാം നന്നായി അരച്ചെടുക്കാം. ഇത് കടുക് താളിക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കുക്കറിലേക്ക് താള്, വാഴപ്പിണ്ടി, പരിപ്പ്, കൊള്ളിക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, ആവശ്യത്തിന് വെള്ളം, ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് കുക്കറിലിട്ട് നന്നായി വേവിക്കാം. താള് റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കാം. താള നന്നായിട്ട് വെന്താന്നൊക്കെ ഒരു പ്രാവശ്യം ഞാൻ നോക്കിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ചൊറിച്ചിലുള്ളതുകൊണ്ട് ഞാനത് ഒന്നും കൂടി വേവിച്ചു. നന്നായിട്ട് വിസിലടിച്ച് കുറേ പ്രാവശ്യം അടിച്ചതിന് ശേഷമാണ് താള് ഞാൻ എടുത്തത്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറവുകൾ ചേർക്കാം. നമുക്ക് നന്നായിട്ട് വറ്റൽമുളകും ചുവന്നുള്ളിയും പിന്നെ വേപ്പിലയൊക്കെ കൂടി നന്നായിട്ട് വറുത്തെടുക്കാം. വറവ് തയ്യാറാവുന്ന സമയം കൊണ്ട് കുക്കർ തുറന്നിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. അരപ്പ് നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അവസാനം നമുക്ക് വറവ് അതിലേക്ക് കോരി ഒഴിക്കാം. താളകറി അടിപൊളിയായിട്ടുണ്ട്. വാഴപ്പിണ്ടി ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. കൊള്ളാം, നല്ല ഉഗ്രൻ താളുകറി.